സ്വാഗതം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ 7 അപ്ഡേറ്റ്സാണ് ഇന്ന് അറിയിക്കാനുള്ളത്. റാങ്ക് ലിസ്റ്റ് 1, ഷോർട്ട് ലിസ്റ്റ് 4 ഉൾപ്പെടെ 5 ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇൻ്റർവ്യൂ അറിയിപ്പ് 1, അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ അറിയിപ്പ് 1. ആദ്യം ഇറാറ്റൻ നോട്ടിഫിക്കേഷൻ. അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ഫാർമാക്കോളജി, കാറ്റഗറി നമ്പർ 349/2023. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിൽ ഒരു കാൻഡിഡേറ്റിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇറാറ്റം നോട്ടിഫിക്കേഷനാണിത്. അടുത്ത ഷോർട്ട് ലിസ്റ്റ് ഇടുക്കി ജില്ലയിലേക്ക് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലബോറട്ടറി അറ്റൻഡർ, കാറ്റഗറി നമ്പർ 200/2023. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് 69.67. ലിസ്റ്റിലാകെ 70 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 10 പേർ മെയിൻ ലിസ്റ്റിലാണ്. അടുത്ത ഷോർട്ട് ലിസ്റ്റ് പാലക്കാട് ജില്ലയിലേക്ക് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിങ്, ഫസ്റ്റ് NCA SC വിഭാഗക്കാർക്കായി, കാറ്റഗറി നമ്പർ 287/2023. അടുത്ത ഷോർട്ട് ലിസ്റ്റ് കാസർഗോഡ് ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് LPS 6th NCA SC വിഭാഗക്കാർക്കായി, കാറ്റഗറി നമ്പർ 328/2023. അടുത്തതും ഒരു ഇറാറ്റൻ നോട്ടിഫിക്കേഷൻ അറിയിപ്പാണ്. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി ഇൻ പോലീസ് KCP, കാറ്റഗറി നമ്പർ 669/2022. പ്രസ്തുത റാങ്ക് ലിസ്റ്റിൽ 3 കാൻഡിഡേറ്റിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇറാറ്റൻ നോട്ടിഫിക്കേഷനാണിത്. അടുത്തതൊരു അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ അറിയിപ്പാണ്. വിമൻ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി, കാറ്റഗറി നമ്പർ 584/2023. പോലീസ് കോൺസ്റ്റബിൾ മൗണ്ടഡ് പോലീസ്, കാറ്റഗറി നമ്പർ 248/2023. ഇൻ വിമൻ പോലീസ് ബറ്റാലിയൻ. വിമൻ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി, കാറ്റഗറി നമ്പർ 584/2023. പോലീസ് കോൺസ്റ്റബിൾ മൗണ്ടഡ് പോലീസ്, കാറ്റഗറി നമ്പർ 248/2023. ഇൻ വിമൻ പോലീസ് ബറ്റാലിയൻ എന്ന തസ്തികയിലേക്കുള്ള തിരഞ്ഞെടുപ്പിനായി 29/6/2024 ശനിയാഴ്ച 1:30 മുതൽ 3:30 വരെ നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ള OMR പരീക്ഷയുടെ അഡ്മിഷൻ ടിക്കറ്റുകൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് ലഭ്യമാണ്. ഉദ്യോഗാർത്ഥികൾ അവരവരുടെ യൂസർ IDയും പാസ്വേഡും ഉപയോഗിച്ച് സ്വന്തം പ്രൊഫൈലിൽ നിന്നും അഡ്മിഷൻ ടിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. അടുത്തതൊരു ഇൻ്റർവ്യൂ അറിയിപ്പാണ്. മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ജനറൽ സർജറി, കാറ്റഗറി നമ്പർ 345/2023. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ജനറൽ സർജറി, കാറ്റഗറി നമ്പർ 345/2023 എന്ന തസ്തികയുടെ അഭിമുഖം സ്റ്റേജ് ഫസ്റ്റ് 20/6/2024, 21/6, 26/6, 27/6/2024 എന്നീ തീയതികളിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ മെസ്സേജ്, മൊബൈൽ SMS എന്നിവ അയച്ചിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾ ഇൻ്റർവ്യൂ മെമ്മോ, വ്യക്തി വിവരക്കുറിപ്പ് അപ്പൻഡിക്സ് 28, അതായത് ബയോഡേറ്റ, OTV സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം പ്രൊഫൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത മെമ്മോയിൽ പറയുന്ന നിശ്ചിത സ്ഥലത്തും സമയത്ത് ഹാജരാകേണ്ടതാണ്. അറിയിപ്പ് ലഭിക്കാത്ത ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0471254636. PSC വെബ്സൈറ്റിലെ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ, അനൗൺസ്മെൻറ്റ് ലിങ്കുകൾ എന്നിവ പരിശോധിക്കുക. ഉദ്യോഗാർത്ഥികൾ കോവിഡ് മാനദണ്ഡം പാലിച്ച് ഹാജരാകേണ്ടതാണ്. ഒരു അറിയിപ്പ് കൂടെ ശ്രദ്ധിക്കുക. വിദ്യാഭ്യാസ വകുപ്പിൽ LP സ്കൂൾ ടീച്ചർ ആൻഡ് UP സ്കൂൾ ടീച്ചർ എന്നീ തസ്തികകളുടെ കാറ്റഗറി നമ്പർ 707/2023, 709/2023, 202/2023, 213/2023, 214/2023,
215/2023, 491/23, 513/2023, 514/2023, 610/2023. 4/5/2024 അസാധാരണ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്ന കൂട്ടിച്ചേർക്കൽ വിജ്ഞാപനത്തിൽ ഇനം 7 യോഗ്യതകൾക്ക് താഴെ ചേർത്തിട്ടുള്ള കുറിപ്പ് 2 കാറ്റഗറി നമ്പർ 591/2023 പ്രകാരം 7 യോഗ്യതകൾക്ക് താഴെ ചേർത്തിട്ടുള്ള കുറിപ്പ് 3 എന്നിവ താഴെ പറയും പ്രകാരം പരിഷ്കരിച്ചിരിക്കുന്നു. SSLCക്ക് പാർട്ട് 1 പാർട്ട് 2 മലയാളം പഠിക്കാത്തതോ പ്രധാന മാധ്യമം മലയാളം അല്ലാത്തതോ ആയ ഉദ്യോഗാർത്ഥികൾ ഈ തസ്തികയിലേക്കുള്ള നിയമനത്തിന് അർഹരല്ല. എന്നാൽ 20/2/2023 GOMS 67/2028 ഡേറ്റഡ് 24/2/2023 നമ്പർ സർക്കാർ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ട്രെയിനിങ് യോഗ്യത കരസ്ഥമാക്കിയവരും ബന്ധപ്പെട്ട കോഴ്സുകൾക്ക് പ്രവേശനം നേടിയവരും ഈ തസ്തികയ്ക്ക് അപേക്ഷിക്കുവാൻ അർഹരാണ്. ആദ്യ വിജ്ഞാപന പ്രകാരം അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾ യാതൊരു കാരണവശാലും വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല. വിജ്ഞാപനത്തിലെ മറ്റു വ്യവസ്ഥകൾക്ക് മാറ്റമില്ല. അടുത്തതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്ന് അഡ്വൈസ് ചെയ്ത തസ്തികയും ഡിപ്പാർട്ട്മെൻറ്റും പരിചയപ്പെടാം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഹെഡ് ഓഫീസിൽ നിന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫോറസ്റ്റ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ NCA ST വിഭാഗക്കാർക്കായി. ഹെഡ് ഓഫീസിൽ നിന്നും കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലേക്ക് ലൈബ്രറിയൻ. ഹെഡ് ഓഫീസിൽ നിന്നും കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലേക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ. വയനാട് ജില്ലയിലേക്ക് ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്. ഹെഡ് ഓഫീസിൽ നിന്നും ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മെഡിക്കൽ ഓഫീസർ ഹോമിയോ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്. ഹെഡ് ഓഫീസിൽ നിന്ന് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനിങ്. ഹെഡ് ഓഫീസിൽ നിന്നും ജനറൽ എഡ്യൂക്കേഷൻ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ വിങ്ങിലേക്ക് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ ഫിസിക്സ്. തിരുവനന്തപുരം ജില്ലയിലേക്ക് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി മെയിൽ. കണ്ണൂർ ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സീയിങ് ടീച്ചർ ഹൈസ്കൂൾ. കണ്ണൂർ ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മ്യൂസിക് ടീച്ചർ ഹൈസ്കൂൾ. കണ്ണൂർ ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ക്ലർക്ക് ടൈപ്പിസ്റ്റ്. സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫ്രം എമംഗ് SC/ST. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. നമസ്കാരം.